ഹായ് എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ ക്ലാസ്സസ് നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സാണ്. അതായത് +1 ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫാമിലീസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക്കിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. അതായത് നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റിയാക്ഷൻസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് നെയിമിംഗ് എന്ന് പറയുന്ന വലിയൊരു സെക്ഷനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 പോർഷൻസ് ക്ലബ് ചെയ്താണ്. ഒന്നെന്ന് പറയുന്നത് ഐസോമെർസവും, രണ്ടെന്ന് പറയുന്നത് റിയാക്ഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്. പാർട്ട് 2. ഓക്കെ, അപ്പം ഈ 2 സെക്ഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരെന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഐസോമെർസത്തിൽ നിന്ന് തുടങ്ങാം. ഐസോമെർസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോമില എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം 2 പേർക്കും സെയിം ആയിരിക്കും. സെയിം മോളിക്കുലാർ ഫോമിലയും ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസുമുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ സ്ട്രക്ചറിലാകാം, അല്ലെങ്കിൽ റിയാക്ഷൻ പരമായിട്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാകാം, ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസുമുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോമെർസം. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോമുല മീൻസ് ആൾക്കാരുടെ എണ്ണം 2 പേർക്കും സെയിം ആയിരിക്കും. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോമുലയും ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസുമുള്ള, അത് സ്ട്രക്ചറലാകാം, കെമിക്കൽ റിയാക്ഷൻ വഴിയാകാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആകാം, എന്ത് വേണമെങ്കിലോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഐസോമെർസം എന്ന് വിളിക്കുന്നത്. ഓർഗാനിക്കൽ ഐസോമെർസത്തെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഐസോമെർസം ഇൻ ഓർഗാനിക് കെമിസ്ട്രി ആർ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചറൽ ഐസോമെർസം ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റീരിയോ ഐസോമെർസം. Okay, and again structural isomerism is classified into 4 types. First one is chain isomerism. ചെയിനിൽ ഡിഫറൻസ് വരും, ആ പേരിൽ തന്നെയുണ്ട് ചെയിൻ ഐസോമെർസം. സെക്കൻഡ് വൺ ഈസ് പൊസിഷൻ ഐസോമെർസം. Then third one is functional group isomerism. Then fourth one is metamerism. Then stereo isomerism are classified into 2 types. It's geometrical isomerism and optical isomerism. ഇത്രയുമാണ് നമ്മൾ ഐസോമെർസം എന്ന് പറഞ്ഞ് ഓർഗാനിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ഐസോമെർസത്തെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സ്ട്രക്ചറിലും സ്റ്റീരിയോയും. സ്ട്രക്ചറിനെ വീണ്ടും നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ചെയിൻ ഐസോമെർസം, പൊസിഷൻ ഐസോമെർസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെർസം, മെറ്റാമെർസം. ദെൻ സ്റ്റീരിയോ ഐസോമെർസം നമ്മൾ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ജോമെട്രിക്കൽ ഐസോമെർസവും ഒപ്റ്റിക്കൽ ഐസോമെർസം. ഇനി ഈ ജോമെട്രിക്കൽ ഐസോമെർസത്തെ പിന്നെയും നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ദാറ്റ് വൺ ഈസ് സിസ് ആൻഡ് ട്രാൻസ്. ഇത് നമ്മൾ ഓൾറെഡി ഹൈഡ്രോ കാർബൺസിൽ ഡിസ്കസ് ചെയ്താണ്, സിസും ട്രാൻസ്. അങ്ങനെ അത് നമുക്ക് ഹൈഡ്രോ കാർബൺസിൽ പഠിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ സ്റ്റീരിയോ ഐസോമെർസിനെ പറ്റി ഒന്നും പഠിക്കാനില്ല. ഈ ഒപ്റ്റിക്കൽ ഐസോമെർസ് നമ്മൾ തൊടത്തേയില്ല, ഇത് നമ്മൾ +2 നമ്മൾ തൊടുന്നത്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കില്ലേ, അവിടെയാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഐസോമെർസം പഠിക്കുന്നത്. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ ഐസോമെർസം, അത് ചെയിൻ ഐസോമെർസം ഉണ്ട്, പൊസിഷൻ ഐസോമെർസം ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോണ്ട്, മെറ്റാമെർസം ഉണ്ട്. ഇവരെ 4 പേരെയാണ് നമുക്ക് ഈ പ്രാവശ്യം പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇവരെ 4 പേരെ പറ്റി മാത്രം പഠിച്ചാൽ മതി. അതാണ് നമ്മുടെ ഐസോമെർസം എന്ന് പറയുന്ന സെക്ഷനിൽ. പിന്നെ ഒരു ഐസോമെർസം, ടോട്ടോമെർസം, അതും ഒരു ഐസോമെർസം തന്നെയാണ്. അതൊരു റീഅറേഞ്ച്മെന്റ് വഴി ഉണ്ടാകുന്ന ഐസോമെർസം. അവർ ടോട്ടോമെർസം ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ചോദിച്ചേക്കുന്നത്. ടോട്ടോമെർസം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ഈ ഐസോമെർസം എന്താണെന്നൊക്കെ നോക്കാം. അതിനുശേഷം റിയാക്ഷൻസിനെ പറ്റി ഒരു ഐഡിയ തരാം, ഇന്റർമീഡിയറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ തരാം. എന്നിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, 4 ടൈപ്സ്: ചെയിൻ ഐസോമെർസം, പൊസിഷൻ ഐസോമെർസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെർസം, മെറ്റാമെർസം. ഓക്കെ, CH3, CH2, CH2, CH3 and again CH3, CH, CH3, single bond CH3. ഇത് 2 ഐസോമെർസ് ആണ്. ഓക്കെ,
ഇതിൽ എന്താ പ്രശ്നം? നിങ്ങൾ എഴുതിയേക്കുന്നതിലാണ് പ്രശ്നം. നേരെ എഴുതിയേക്കുന്നു, സ്ട്രക്ചറിലാണ് ഡിഫറൻസ്. നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? സ്ട്രക്ചറിൽ എന്തോ ഡിഫറൻസ്, നമ്മൾ എഴുതുന്നതിൽ എന്തോ ഡിഫറൻസ് വന്നു. അതാണ് സ്ട്രക്ചറൽ ഐസോമർസ് അല്ലേ? എഴുതുന്നതിൽ എന്തോ മാറ്റമുണ്ട്. ആ എഴുതുന്നതിൽ മാറ്റമുള്ളതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമർസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇയാൾ എഴുതിയേക്കുന്ന കണക്കല്ല ഇയാൾ എഴുതിയേക്കുന്നത്. ആ എഴുതുന്നതിലുള്ള മാറ്റത്തെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ചെയിൻ ഐസോമർസം, പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പ്, മെറ്റാമർസം. എഴുതുന്നതിലുള്ള മാറ്റത്തെ. ഈ എഴുതുന്നതിലുള്ള മാറ്റമുണ്ട്. ഇതിനെ നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? സ്ട്രക്ചറൽ ഐസോമർസം എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരാൾ എഴുതിയേക്കുന്ന കണക്കല്ല മറ്റേ ആൾ എഴുതിയേക്കുന്നത്. ഇനി ഇത് ഐസോമർസം ആണോ? അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്ക്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം നോക്ക്. കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്ക്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം നോക്ക്. കാർബൺ 1 2 3 4, ഹൈഡ്രജൻ 3 6 8 10, C4H10. അത് തന്നെയാണോ ഇയാൾക്കും വരുന്നതെന്ന് നോക്ക്. 1 2 3 4, കാർബൺ 4, 3 6 9 9 1 10, ഹൈഡ്രജൻ 10. രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി ഐസോമർസമാണ്. എന്താ പ്രശ്നം? നമ്മൾ എഴുതിയേക്കുന്നതിലാണ് ഡിഫറൻസ്. അതുകൊണ്ടാണ് സ്ട്രക്ചറൽ ഐസോമർസ്. ആ സ്ട്രക്ചറൽ ഐസോമർസ് തന്നെ 4 എണ്ണം ഉണ്ട്. അതിലാരാ? ചെയിൻ ആണോ, പൊസിഷൻ ആണോ, ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ, മെറ്റാമർസ് ആണോ? ഇവിടെ നേരെ ഇരുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറി. ചെയിനിൽ നേരെ ഇരുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറി. കണ്ടോ? നേരെ ഇരുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറി. അതുകൊണ്ട് ഇതിനെ വിളിക്കും ചെയിൻ ഐസോമർസ്. അപ്പോൾ ചെയിൻ ഐസോമർസം കാണിക്കണമെങ്കിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ കാണാൻ പാടുള്ളൂ. വേറെ ആരും കാണാൻ പാടില്ല. കാർബണും ഹൈഡ്രജനും മാത്രമേ കാണാൻ പാടുള്ളൂ. കാർബണും ഹൈഡ്രജനും നേരെ ഇരിക്കുന്നതിൽ ഒരാളെങ്ങാനും ബ്രാഞ്ചായിട്ട് മാറിയാൽ, ഒരാൾക്ക് മാറാം, 2 ആൾക്ക് മാറാം, 3 ആൾക്ക് മാറാം, അത് അവരുടെ ഇഷ്ടം. പക്ഷെ നേരെ ഇരിക്കുന്ന ഒരാളെങ്കിലും ബ്രാഞ്ചായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ചെയിൻ ഐസോമർസമാണ്. നേരെ ഇരിക്കുന്ന ഒരാളെങ്കിലും ബ്രാഞ്ചായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ചെയിൻ ഐസോമർസമാണ്. ഇവിടെ നേരെ ഇരിക്കുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറി. സോ ഡെഫിനറ്റ്ലി ഇത് ഐസോമർസമാണ്, ചെയിൻ ഐസോമർസമാണ്. ഓക്കെ. ഇനി നിങ്ങളടുത്ത് ചെയിൻ ഐസോമർസം ഉണ്ടാക്കാൻ ഞാൻ പറയുകയാണ്. എക്സാമ്പിൾ CH3 CH2 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 CH3. ഇയാളെ ഞാൻ കയ്യിലോട്ട് തന്നിട്ട് പറയും ഇതിൻ്റെ ചെയിൻ ഐസോമർസം തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് പിക്ക് ചെയ്യാം എന്ന് നിങ്ങളടുത്ത് പറയാം. അങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെയിൻ ഐസോമർസം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സിമ്പിളാണ്. 1 2 3 4 5 പേരില്ലേ? അതിൽ 4 പേരെ നേരെ ഇടുക. 1 2 3 4. ഒരാളെ ബ്രാഞ്ച് ആക്കുക. ബ്രാഞ്ച് ആക്കുമ്പോൾ ഒന്നാമത്തെ കാർബണിലും അവസാനത്തെ കാർബണിലും കൊടുക്കല്ലേ, ഇടയ്ക്കുള്ള കാർബണിലേ കൊടുക്കാവും. ബാക്കിയുള്ളതെല്ലാം സിംഗിൾ ബോണ്ട് കൊടുക്കുക, ഹൈഡ്രജൻ കൊടുക്കുക. കഴിഞ്ഞു. CH2 CH CH3 CH2 CH3. വേണമെങ്കിൽ 2 പേരെ ബ്രാഞ്ച് ആക്കാം. മൊത്തം 5 പേരില്ലേ? 3 പേരെ നേരെ കൊടുത്തു, 2 പേരെ ബ്രാഞ്ച് ആക്കി. ഒരു കാർബണിൽ തന്നെ 2 ബ്രാഞ്ച് കൊടുത്തു. ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3. ഇറ്റ്സ് അപ് ടു യു. എങ്ങനെയാണെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെയിൻ ഐസോമർസമാണ് കാണിക്കുന്നതെങ്കിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറെ ആരുണ്ടായാലും കാര്യമില്ല. കാർബണും ഹൈഡ്രജനും മാത്രമാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയിൻ ഐസോമർസം എന്ന് വിളിക്കും. കാരണം നേരെ ഇരിക്കുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറണം. ഇവിടെ നേരെ ഇരിക്കുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറി. സോ ഇത് ഏത് ഐസോമർസമാണ്? ചെയിൻ ഐസോമർസമാണ്. ഓക്കെ. രണ്ടാമത്തെ ഐസോമർസത്തിലോട്ട് പോവാണ്. ഓക്കെ. അപ്പോൾ ഇതവിടെ കിടക്കട്ടെ, നമുക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് മായ്ക്കാത്തത്. ചെയിൻ ഐസോ. രണ്ടാമത്തത് പൊസിഷൻ ഐസോമർസമാണ്. പൊസിഷൻ ഐസോമർസം അത് ഞാൻ എഴുതാം, നിങ്ങൾ നോക്കിക്കോണേ. ഇവിടെയും ഞാൻ എഴുതിയേക്കുന്നതിലല്ലേ ഡിഫറൻസ്, അതുകൊണ്ട് സ്ട്രക്ചറൽ ഐസോമർസം. കാരണം എഴുതിയേക്കുന്നതിലാണ് ഡിഫറൻസ്. എന്താ ഇവിടെ പ്രശ്നം? എല്ലാവരും നേരെ കിടക്കുമായിരുന്നു, പക്ഷെ നേരെ കിടന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറി. എല്ലാവരും നേരെ കിടക്കുമായിരുന്നു, പക്ഷെ നേരെ കിടക്കുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറി. അപ്പോൾ അത് ചെയിൻ ഐസോമർസം അല്ലേ? പിന്നെ ഇതിനെ ചെയിൻ ഐസോമർസിൽ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത എന്തുകൊണ്ടാണ്? ബിക്കോസ് ചെയിൻ ഐസോമർസം കാണിക്കണമെങ്കിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ പാടുള്ളൂ. പക്ഷെ ഇവിടെ ആരൊക്കെയുണ്ട്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് പൊസിഷൻ മാറ്റുന്നത്. അതായത് ഇവിടുത്തെ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ എത്ര? ഒന്നാമത്തെ കാർബണിൽ. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ എത്ര? രണ്ടാമത്തെ കാർബണിൽ. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിമും ആയിരിക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയാൽ തീർന്നു. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിമും ആയിരിക്കണം, ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനും വ്യത്യാസമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിമും ആയിരിക്കണം, ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറൻറ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് പൊസിഷൻ ഐസോമർസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളതിനെ പൊസിഷൻ ഐസോ. അപ്പോൾ ചെയിൻ ഐസോമർസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇരിക്കുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറുന്നു. പൊസിഷൻ ഐസോമർസത്തിൽ നേരെ ഇരിക്കുന്ന ഒരാൾ ബ്രാഞ്ചായിട്ട് മാറുകയാണ്.
നേരെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ബ്രാഞ്ച് രണ്ടാമത്തെ കാർബൺ ഇരുന്നാണ് മൂന്നാമത്തെ കാർബണിലോട്ട് പോകും, അങ്ങനെയൊക്കെ വരാം. പക്ഷേ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കേസിലാണ് എന്ത് ചെയിൻ ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കേസിലാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിമോ ആയിരിക്കണം, ആ കേസിലാണ് പൊസിഷൻ ഐസോമർസം. വേറൊരു എക്സാമ്പിൾ നോക്കണേ. ഓക്കെ, ഇതെന്താ ഐസോമർസം? ഇവിടെ എല്ലാവരും നേരെ ഒരാൾ ബ്രാഞ്ച്, എല്ലാവരും നേരെ ഒരാൾ ബ്രാഞ്ച്. ഇത് രണ്ടും സെയിം ആണല്ലോ? അല്ല. ഇവിടെ മൂന്നാമത്തെ കാർബണിലാണ് ബ്രാഞ്ച്, ഇവിടെ രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച്. പക്ഷെ ബ്രാഞ്ച് എന്ത് തന്നെ? കാർബൺ തന്നെ. അതുകൊണ്ട് നമ്മളതിനെ പൊസിഷൻ ഐസോമർസം എന്ന് വിളിക്കില്ല, ചെയിൻ ഐസോമർസം എന്നേ വിളിക്കും. കാരണം ചെയിനിലാണ് ഡിഫറൻസ്. കാരണം ഇവിടെ മൂന്നാമത്തെ ചെയിനിൽ ബ്രാഞ്ച് വന്നാൽ ഇവിടെ രണ്ടാമത്തെ ചെയിനിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമർസം എന്നല്ല. കാരണം പൊസിഷൻ ഐസോമർസം പറയണമെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം. അപ്പോൾ ഇതും എന്ത് ഐസോമർസം തന്നെ? ഇതും ചെയിൻ ഐസോമർസം തന്നെ. നേരെ ഇരിക്കുന്ന ആൾ തന്നെ ബ്രാഞ്ചായിട്ട് മാറണമെന്നില്ല. ഓൾറെഡി ബ്രാഞ്ചായിട്ടിരുന്ന ആളുടെ പൊസിഷൻ വേണമെങ്കിലും മാറാം. അപ്പോൾ പൊസിഷൻ ഐസോമർസം ആണെന്ന് വിചാരിച്ച് കളയരുത്. പൊസിഷൻ ഐസോമർസത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വേണം പൊസിഷൻ മാറ്റാൻ. അവിടെ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പും ആയിരിക്കണം. ഓക്കെ, ഇനി ഇതാണെങ്കിലോ ഇവിടെ OH, ഇവിടെ OH. ഇതായിരുന്നെങ്കിലോ ഇതേത് ഐസോമർസോ? ഇത് പൊസിഷൻ ഐസോമർസോ. കാരണം ഇവിടെ OH-ൻ്റെ പൊസിഷൻ മൂന്നാമത്തെ കാർബണിലും ഇവിടെ OH-ൻ്റെ പൊസിഷൻ രണ്ടാമത്തെ കാർബണിലും. അപ്പോൾ ഇത് പൊസിഷൻ ഐസോമർസ്. കണ്ടോ, അങ്ങനെയാണ് പേര് മാറുന്നത്. ശ്രദ്ധിച്ചോണം, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ചെയിൻ ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ പൊസിഷൻ ഐസോമർസം. മൂന്നാമത്തത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം ആണെങ്കിൽ ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയിരിക്കും. അതാണ് പ്രത്യേകത. എക്സാമ്പിൾ CH3OCH3, CH3CH2OH. ഇവിടെ ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? കാരണം ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ഈതറാണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ആൽക്കഹോളാണ്. രണ്ട് ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷെ ഐസോമർസം ആയിരിക്കണമെങ്കിൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കണ്ടേ? നോക്കാം. കാർബണിൻ്റെ എണ്ണം 2, കാർബണിൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ്റെ എണ്ണം 6, ഒരു ഓക്സിജൻ. കാർബണിൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ്റെ എണ്ണം 6, ഒരു ഓക്സിജൻ. ഇവിടെ നോക്കാം. കാർബണിൻ്റെ എണ്ണം 2, ഹൈഡ്രജൻ്റെ എണ്ണം 3, 3, 2, 5, 5, 1, 6, ഒരു ഓക്സിജൻ. കണ്ടോ, രണ്ടിടത്തും സെയിം മോളിക്കുലർ ഫോമിൽ. പക്ഷേ എന്താ പ്രശ്നം? ഒരിടത്ത് ഈതറാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ ഒരിടത്ത് ആൽക്കഹോളാണ്. അപ്പോൾ ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ പൊസിഷൻ ഒന്നും നോക്കണ്ട, ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസ്. 3 ഐസോമർസുമായി ചെയിന്, പൊസിഷന്, ഫങ്ഷണൽ ഗ്രൂപ്പ്. ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ഇരിക്കുന്ന ആൾ ബ്രാഞ്ചായിട്ട് മാറും. നേരെ ഇരിക്കുന്ന ആൾ തന്നെ വരണമെന്നില്ല, കാർബണും ഹൈഡ്രജനും ആണ്. അവർ പൊസിഷൻസ് മാറിയാലും ചെയിൻ ഐസോമർസം. പൊസിഷൻ ഐസോമർസം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫങ്ഷണൽ ഗ്രൂപ്പ് അത് ഡിഫറൻറ്റ് പൊസിഷൻ ആവുന്നു, അതാണ് പൊസിഷൻ ഐസോമർസം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ മോളിക്കുലർ ഫോമിൽ സെയിം ആയിരിക്കും. ഇനി ഒരെണ്ണം കൂടെ മെറ്റാമർസം. മെറ്റാമർസം എന്ന് പറയുന്ന സാധനം ഈതർ മാത്രമേ കാണിക്കൂ. ഈതർ എന്ന് പറയുമ്പോഴത്തേക്ക് O ഗ്രൂപ്പിനെയാണ് നമ്മൾ ഈതർ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ എഴുതാം. ഏതാ ഇവിടെ നോക്കിക്കോളാം. CH3O, CH2, CH2, CH3. ഇവിടെ CH3, CH2O, CH2, CH3. എന്താ ഇവർ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഈതറാണ്. ഈതർ വരുമ്പോൾ കണ്ണു അടച്ചുകൊണ്ട് എന്ത് എഴുതുക? മെറ്റാമർസം എഴുതുക. ഇവിടെ സംഭവിക്കുന്നത് ഓയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ ഓയുടെ ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ 3. ഇവിടെ ഓയുടെ ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിലും 2. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും എല്ലാം സെയിം ആയിരിക്കും. ഇതാണ് മെറ്റാമർസം. അപ്പോൾ മെറ്റാമർസം ഈതർ മാത്രമേ കാണിക്കൂ. അപ്പം ഈതറിൻ്റെ 2 സൈഡിലും ഡിഫറൻ്റ് ആകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇത് പൊസിഷൻ ഐസോമർസായിട്ട് നമുക്ക് പറഞ്ഞുകൂടെ? കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ കാർബണിൻ്റെ 1-നും 2-നും ഇടയ്ക്കാണെങ്കിൽ ഇവിടെ 2-നും 3-നും ഇടയ്ക്കല്ലേ? അപ്പോൾ പൊസിഷൻ അല്ലേ സാർ മാറുന്നത്? അപ്പോൾ പൊസിഷൻ ഐസോമർസം അല്ലേ ആവേണ്ടത്? അല്ല. ഇവിടെ ഇതിൻ്റെ പേരെന്താ? 1 പ്രൊപ്പനോൾ. ഇതിൻ്റെ പേരെന്താ? 2 പ്രൊപ്പനോൾ. അപ്പോൾ ഇവിടെ നമ്പേഴ്സാണ് 1, 2. കണ്ട, പൊസിഷനാണ് പറയുന്നത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെങ്ങനെ പറയുന്നത്? കട്ട് ചെയ്യുക. എവിടെയാണോ കുറവ് കാർബൺ അതിൻ്റെ കൂടെ ഓക്സി ചേർക്കുക, കൂടിയ കാർബണിൻ്റെ കൂടെ എയിൻ ചേർക്കുക. ഓക്സി, എയിൻ. ഇവിടെ എപ്പോഴെങ്കിലും നിങ്ങൾ നമ്പർ പറയുന്നുണ്ടോ? മെത്തോക്സി പ്രൊപ്പൈൻ, എത്തോക്സി ഈതേൻ നമ്പർ പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പൊസിഷനിൽ പെടുത്താത്തത്. കാരണം പൊസിഷൻ പറയണമെങ്കിൽ നമ്പറും കൂടെ പറയണം.
പക്ഷേ ഇതിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത് മെറ്റാമറസം, കാരണം ഈതറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആൾക്കാരുടെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ എന്താണെന്നാണ് വിളിക്കുന്നത്? അതിനെ മെറ്റാമറസം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്ര ഐസോമറസമാണ് നമുക്ക് പഠിക്കാനുള്ളത്: ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പ്, മെറ്റാമറസം. ചെയിൻ ആകുമ്പോഴത്തേക്ക് കാർബണും ഹൈഡ്രജനും മാത്രമേ കാണാൻ പാടുള്ളൂ, അവിടെ നേരെ ഇരിക്കുന്ന ആൾക്കാർ ബ്രാഞ്ചായിട്ട് മാറും. പൊസിഷൻ ആകുമ്പോഴത്തേക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കും, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറസം ആകുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. മെറ്റാമറസം കാണിക്കുന്നത് ഈതറാണ്, ഈതറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡിഫറൻ്റ് ആൾക്കാരായിരിക്കും. ഇതാണ് ഐസോമറസം. ഇനി ഐസോമറസം നമുക്ക് ടോട്ടോമറസം കൂടെ നോക്കാനുണ്ട്. ടോട്ടോമറസം കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് റിയാക്ഷൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഐസോമറസം ടോട്ടോമറസം ആണ്. ടോട്ടോമറസം ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ടോട്ടോമറസം നമ്മളങ്ങനെ പക്ഷേ +1 അങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്ന ഒന്നല്ല ഈ ടോട്ടോമറസം. പക്ഷേ എൻട്രൻസിന് ഈ ടോട്ടോമറസം ചോദിക്കാറുണ്ട്, കാരണം CBSEക്ക് ഇത് പഠിക്കാറുണ്ട് ടോട്ടോമറസം. അതുപോലെ നമുക്ക് ഈ ടോട്ടോമറസം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ടോട്ടോമറസം നമുക്ക് നോക്കാം. സിമ്പിളാണ്. CH3 C ഡബിൾ ബോണ്ട് O CH3. ഇത് കീറ്റോൺ ആണ്, കീറ്റോൺ. അപ്പം ടോട്ടോമറസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോൺ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് O അല്ലേ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഫങ്ഷണൽ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് O ആണ് കീറ്റോൺ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന തൊട്ടടുത്ത കാർബണെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന തൊട്ടടുത്ത കാർബൺ അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് Oയുടെ ആൽഫ കാർബൺസിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, C ഡബിൾ ബോണ്ട് Oയുടെ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, അതാണ് ഇമ്പോർട്ടൻറ്റ്. C ഡബിൾ ബോണ്ട് Oയുടെ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ, ശ്രദ്ധിച്ചോണേ, ഇവിടുത്തെ ഹൈഡ്രജൻ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകും. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ശ്രദ്ധിച്ചോണേ, ഇതാ ഇങ്ങോട്ട് ഞാൻ വരയ്ക്കുകയാണ്. CH3 C ഡബിൾ ബോണ്ട് O CH3. അപ്പോൾ ഇവിടുത്തെ H ഇറങ്ങി ഇവിടുന്ന് ചാടി ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ H ആവത്തില്ലേ, OH. അപ്പം ഓക്സിജൻ്റെ വാലൻസി ഒരെണ്ണം ഹൈഡ്രജനുമായിട്ടുണ്ട്, 2 എണ്ണം കാർബണുമായിട്ടുണ്ട്. പക്ഷേ ഓക്സിജൻ എപ്പോഴും 2 വാലൻസിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വീഴും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? CH3 C സിംഗിൾ ബോണ്ട് OH ഡബിൾ ബോണ്ട് CH2. ഇതാണ് കിട്ടുന്നത്. സോ ഇതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. ഇത് തിരിച്ച് നടക്കും കേട്ടോ, ഇത് തിരിച്ചും വരും. അതായത് OH തിരിച്ചു വരുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്കിത് കിട്ടും. ഈ ഫോമിനെ വിളിക്കുന്ന പേരാണ് കീറ്റോ ഫോം. ഈ ഫോമിനെ വിളിക്കുന്ന പേരാണ് ഈനോൾ ഫോം. സോ ഈ ടോട്ടോമറസത്തെ വിളിക്കുന്ന പേര് കീറ്റോ ഈനോൾ ടോട്ടോമറസം. ഈ ടോട്ടോമറസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുമില്ല, C ഡബിൾ ബോണ്ട് Oയുടെ തൊട്ടടുത്ത കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ C ഡബിൾ ബോണ്ട് Oയിലോട്ട് പോവും. ആ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ആ ഹൈഡ്രജൻ പോയ കാർബണിനും C ഡബിൾ ബോണ്ട് Oയുടെ കാർബണിൻ്റെ ഇടയ്ക്ക് വീഴും. അങ്ങനെ COH കിട്ടും. അതുകൊണ്ടാണ് ഈനോൾ. ഓൾ OHൻ്റെ ഫോമിലാണ് ഈനോൾ. ഈൻ മീൻസ് ഡബിൾ ബോണ്ടും ഉണ്ട്, ഒരു OH ഉണ്ട്. കീറ്റോ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് കീറ്റോ ഈനോൾ ടോട്ടോമറസം. കുറച്ചും കൂടെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കണേ. C ഡബിൾ ബോണ്ട് O ഇത് കീറ്റോ ഈനോൾ ടോട്ടോമറസം കാണിക്കുമോ? ഡെഫിനറ്റ്ലി കാണിക്കും. കാരണം എന്താ? C ഡബിൾ ബോണ്ട് Oയുടെ തൊട്ടടുത്ത കാർബൺ ഇതാണ്, തൊട്ടടുത്ത കാർബൺ ഇതാണ്. ഇവിടെ എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 2 ഹൈഡ്രജൻസ് ഇരിപ്പുണ്ട്. ഇവിടെയും എത്ര ഹൈഡ്രജൻസ് ഇരിപ്പുണ്ട്? 2 ഹൈഡ്രജൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാം? ഈ ഹൈഡ്രജൻ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാം, ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകും. നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും നോക്കിക്കോണേ. ഈ ഫോമിനെ വിളിക്കുന്ന പേര് കീറ്റോ ഫോം. ഡബിൾ ബോണ്ട് വന്നുകൊണ്ട് ഈ ഫോമിനെ വിളിക്കുന്ന പേര് കീറ്റോ ഫോം. എന്ത് കിട്ടും നോക്കിക്കോണേ. ഓക്കെ, ഇത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ സിംഗിൾ ബോണ്ട് OH ആവും. ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. കണ്ടോ? ഈ ഫോമിനെ വിളിക്കുന്ന പേര് ഈനോൾ ഫോം. സോ ഇതാണ് കീറ്റോ ഈനോൾ ടോട്ടോമറസം. അപ്പോൾ ടോട്ടോമറസം എന്ന് പറയുന്നത് കീറ്റോ ഈനോൾ ടോട്ടോമറസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോ ഫോം ഈനോൾ ഫോമായിട്ട് OH ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കീറ്റോ ഈനോൾ ടോട്ടോമറസം. അവിടെ C ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന തൊട്ടടുത്ത കാർബൺസിൽ ഹൈഡ്രജൻസ് ഉണ്ടായിരിക്കണം, എങ്കിലേ ആ ഹൈഡ്രജൻ ഓയിലോട്ട് കയറത്തുള്ളൂ. ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ആ ഡബിൾ ബോണ്ട് ഫോം ചെയ്ത കാർബണിനും മറ്റേ ഹൈഡ്രജൻ പോയ കാർബണിനും ഇടയ്ക്ക് വീഴത്തുള്ളൂ. ഇവിടെ എവിടെ നിന്നാണോ ഹൈഡ്രജൻ വീഴുന്നത് അവിടെ ഇടയ്ക്കായിരിക്കും വീഴുന്നത്. സോ ഇതിനെ കീറ്റോ ഫോം എന്നും ഇതിനെ ഈനോൾ ഫോം എന്നും വിളിക്കും.
ഇതാണ് കീറ്റോയിനോൾ ടോട്ടോമറസ്. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻസ് അതിനകത്ത് നമുക്ക് കുറച്ച് ഇൻ്റർമീഡിയറ്റ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. റിയാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഗാനിക്കിൽ നമ്മൾ റിയാക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു സബ്സ്ട്രേറ്റ് ഉണ്ട്. പുള്ളിക്കാരൻ ഒരു പാവപ്പെട്ട ഒരുത്തനാണ് കേട്ടോ, ആരുമായിട്ടും അങ്ങനെ അടിക്കോ ബഹളത്തിനൊന്നും പോകത്തില്ല, വെറുതെ ഇരിക്കത്തുള്ളൂ. ഈ സബ്സ്ട്രേറ്റ് ആണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്, ഈ സബ്സ്ട്രേറ്റ് ആണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തോട്ട് ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വരും. ഇവൻ പ്രശ്നക്കാരാണ്, ഇവൻ അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. അറ്റാക്കിംഗ് റിയേജൻറ്റ് വരും. ഓക്കെ, അപ്പം ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, അത് ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും. ആൽക്കൈനോ ആൽക്കീനോ ആൽക്കൈനോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അതിനകത്തോട്ടൊരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വരും. ഈ അറ്റാക്കിംഗ് റിയേജൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇലക്ട്രോഫൈലും രണ്ടാമത്തത് ന്യൂക്ലിയോഫൈലും. ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇലക്ട്രോണിനെ സ്നേഹിക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രോണിനെ സ്നേഹിക്കണമെങ്കിൽ അവർക്ക് എന്ത് ചാർജ് ആയിരിക്കണം? പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. അപ്പം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് E+, ഇലക്ട്രോൺ സ്നേഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇലക്ട്രോൺ സ്നേഹിക്കുന്ന ആൾക്കാർ അവർ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അവർ അറ്റാക്ക് ചെയ്യുന്നത് ഇലക്ട്രോൺ റിച്ച് പൊസിഷൻസിലായിരിക്കും. ഓക്കെ, അപ്പം ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇലക്ട്രോണിനെ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇലക്ട്രോണിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇലക്ട്രോണിനെ സ്നേഹിക്കണമെങ്കിൽ അവർക്ക് ഇലക്ട്രോണിനോട് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, അപ്പോൾ ഇലക്ട്രോൺ അട്രാക്ട് ആണെങ്കിൽ അവർക്ക് എന്ത് ചാർജ് ആയിരിക്കണം? പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. അപ്പം അവർ ഇലക്ട്രോണിനുള്ള സ്ഥലത്തല്ലേ അറ്റാക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അവർ ഇലക്ട്രോൺ റിച്ച് പൊസിഷൻസിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവ് ചെയ്യുന്ന ആൾക്കാർ. ന്യൂക്ലിയസിന് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ന്യൂക്ലിയസിനെ സ്നേഹിക്കണമെങ്കിൽ അവർക്ക് എന്ത് ചാർജ് ആയിരിക്കണം? നെഗറ്റീവ് ചാർജ്. അപ്പം NU- എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്, ഇവരുടെ കയ്യിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇലക്ട്രോണുള്ള പൊസിഷനിൽ പോയി അറ്റാക്ക് ചെയ്യണോ? വേണ്ട, ഇലക്ട്രോൺ ഇല്ലാത്ത പൊസിഷനിൽ പോയി അറ്റാക്ക് ചെയ്താൽ മതി. അപ്പം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് പൊസിഷൻ. ഇവിടുത്തെ എക്സാമ്പിൾ, അതായത് ഇലക്ട്രോഫൈൽസിന് എക്സാമ്പിൾ വരുന്നത് പോസിറ്റീവ് ചാർജുള്ള എല്ലാവരും ഇലക്ട്രോഫൈൽസാണ്. എക്സാമ്പിൾ H3O+, NH4+, Na+, ഇവരെല്ലാം ഇലക്ട്രോഫൈൽസാണ്. പോസിറ്റീവ് ചാർജ് വരുന്ന എല്ലാവരും ഇലക്ട്രോഫൈൽസാണ്. ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് Cl-, OH-, ഇവരൊക്കെ ന്യൂക്ലിയോഫൈൽസാണ്. സോ ഇലക്ട്രോഫൈലും ന്യൂക്ലിയോ. അപ്പം സബ്സ്ട്രേറ്റ്, അത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, പുള്ളിക്കാരൻ പാവമാണ്. അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുന്ന അവിടെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഇലക്ട്രോഫൈൽ ആകാം അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽ ആകാം. ഓക്കെ, അങ്ങനെ അറ്റാക്കിംഗ് റിയേജൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സബ്സ്ട്രേറ്റിൻ്റെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ ഈ കോവാലൻ്റ് ബോണ്ട് രണ്ട് രീതിയിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഹോമോളിസിസ്, രണ്ടാമത്തത് ഹെട്രോളിസിസ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി ഹോമോളിസിസ്, രണ്ടാമത്തെ രീതി ഹെട്രോളിസിസ്. ഓക്കെ, ആദ്യത്തേത് ഹോമോളിസിസും രണ്ടാമത്തേത് ഹെട്രോളിസിസും. അപ്പം സബ്സ്ട്രേറ്റ് അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുന്ന, അറ്റാക്കിംഗ് റിയേജൻറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോഫൈലും രണ്ടാമത്തെ ന്യൂക്ലിയോഫൈലും. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് പൊസിഷൻസിൽ അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് പൊസിഷൻസിൽ അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. രണ്ട് രീതിയിലാണ് ഹോമോളിസിസും ഹെട്രോളിസിസും. ഹോമോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോളിസിസ് നടക്കണമെങ്കിൽ ആ സിംഗിൾ ബോണ്ട്, കോവാലൻ്റ് ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. മെയിൻലി സിംഗിൾ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ആ സിംഗിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ വേണം, ഇവിടെ ഒരാൾ വേണം. ഇവിടെ രണ്ടുപേരും ഓരോ ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴാണ് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ സിംഗിൾ ബോണ്ട് ഈക്വലായിട്ട് ബ്രേക്ക് ചെയ്യും. അതായത് അവരവരുടെ ഇലക്ട്രോൺ അവരവർക്ക് തിരിച്ചു കിട്ടും. അതാണ് ഹോമോളിസിസ്. ഹെട്രോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോവാലൻ്റ് ബോണ്ടിൻ്റെ രണ്ട് സൈഡിലും ഡിഫറൻറ്റ് ആൾക്കാരായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ രണ്ട് ഇലക്ട്രോണും ഇയാൾക്ക് കിട്ടും, അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോണും ഇയാൾക്ക് കിട്ടും. അതാണ് ഹെട്രോളിസിസ്. അതായത് ഈക്വൽ ആയിട്ട് കിട്ടില്ല. ഒന്നില്ലെങ്കിൽ ആ ബോണ്ടിലെ കംപ്ലീറ്റ് ഇലക്ട്രോൺ ഒരാളിലോട്ട് പോകും, അല്ലെങ്കിൽ മറ്റേയാളിലോട്ട് പോകും. അതാണ് ഹെട്രോളിസിസ്. അപ്പോൾ റിയാക്ഷൻസ് ഇത്രയേ ഉള്ളൂ. സബ്സ്ട്രേറ്റ് വരുന്നു, അറ്റാക്കിംഗ് റിയേജൻ്റ് ആണ് നമ്മുടെ അറ്റാക്ക് ചെയ്യുന്ന ആൾ. അയാൾ വന്ന് സബ്സ്ട്രേറ്റിനകത്ത് ഒറ്റ ഇടി കൊടുക്കും. സബ്സ്ട്രേറ്റിൻ്റെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഏതൊക്കെ രീതിയിൽ? ഒന്നില്ലെങ്കിൽ ഈക്വലായിട്ട് അവരവരുടെ ഇലക്ട്രോൺ അവരവർക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഹെട്രോളിസിസ്, അതായത് ഒന്നില്ലെങ്കിൽ രണ്ട് ഇലക്ട്രോൺ ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റേയാൾക്ക്. ഓക്കെ, അപ്പം ഇനി ഹോമോളിസിസ് ആണ് നമുക്ക് നടക്കുന്നതെങ്കിൽ
നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കിട്ടും. ആ ഇൻ്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ. ഹോമോളിസിസ് ആണ് നടക്കുന്നതെങ്കിൽ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കിട്ടും. ആ ഇൻ്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേര് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കലിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫ്രീ റാഡിക്കൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡോട്ട് കൊടുത്താൽ, സപ്പോസ് CH3 ഡോട്ട്, CH3 CH2 ഡോട്ട്, CH3 CH ഡോട്ട് സിംഗിൾ ബോണ്ട് CH3, CH3 C ഡോട്ട് സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3. ഇവിടെ നോക്കാം. ഇതിൽ പ്രൈമറി, സെക്കൻഡ്, ടെറിഷറി ആരെണ്ണം നോക്കാം. ഡോട്ടുള്ള കാർബൺ അല്ലെങ്കിൽ സ്റ്റാർ ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഡോട്ടുള്ള കാർബണിൻ്റെ കൂടെ ഒരു കാർബണും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈമറി. ഡോട്ടുള്ള കാർബൺ ഒരു കാർബണുമായിട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്താലും പ്രൈമറി. ഡോട്ടുള്ള കാർബണിൻ്റെ കൂടെ ആരും ഇല്ലാന്നുണ്ടെങ്കിലും പ്രൈമറി, ഒരാളെങ്കിലും ഉണ്ടെങ്കിലും പ്രൈമറി. ഡോട്ടുള്ള കാർബൺ 2 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്താൽ സെക്കൻഡറി. ഡോട്ടുള്ള കാർബൺ 3 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്താൽ ടെറിഷറി. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കേ. ഇവിടെ ഡോട്ടുള്ള കാർബൺ ഇയാളല്ലേ, ഇയാൾ എത്ര കാർബണുമായിട്ട് ബന്ധമുണ്ട്? 1, 2, 3 എന്ന് പറയല്ലേ. ഇയാൾക്ക് ഡയറക്റ്റ് ബന്ധമുള്ളത് 2മായിട്ട്, അപ്പം സെക്കൻഡറി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് പ്ലസ് ആയ അടുത്ത ആൾ, അടുത്ത കാർബോക്കേറ്റോണും കാർബാനാണ്, മൈനസ് ആയ കാർബാനാണ്, അത്രയേ ഉള്ളൂ. പ്രൈമറി, സെക്കൻഡ്, ടെറിഷറി, അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ടെറിഷറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി, നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ CH3 ഡോട്ട്. ഈ CH3 ഡോട്ട് ആക്ച്വലി പ്രൈമറി ആണെങ്കിൽ നമ്മൾ പ്രൈമറി കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എഴുതാറുണ്ട് കേട്ടോ. പ്രൈമറി എന്ന് പറയുമ്പോൾ ഒരു കാർബണുമായിട്ടെങ്കിലും ബന്ധമുള്ള ആളാണ്. ബന്ധം ഇല്ലാന്നുണ്ടെങ്കിലും പ്രൈമറി എന്നാണ് വിളിക്കുന്നത്, പക്ഷെ നമ്മൾ ജസ്റ്റ് എഴുതാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ CH3 ഡോട്ട്, അതാണ് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. ഇനി രണ്ടാമത്തത് ഹെട്രോളിസിസ് ആണ്. ഹെട്രോളിസിസ് നടക്കുമ്പോൾ 2 ആൾക്കാരെ കിട്ടും. ഒന്നാമത്തെ ആൾ കാർബോകാറ്റയോൺ. കാർബണിന് പോസിറ്റീവ് ചാർജ്. ഫ്രീ റാഡിക്കൽ ആകുമ്പോൾ കാർബണ് ഡോട്ട് ഇടും. കാർബോകാറ്റയോൺ ആകുമ്പോൾ കാർബണ് പോസിറ്റീവ് ചാർജ്. എത്രയുടെ ക്ലാസിഫൈ ചെയ്യുന്നത്? 3ആയിട്ട് തന്നെ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഇതേ സെയിം ക്ലാസിഫിക്കേഷൻ തന്നെ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമെന്നേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് വരുന്ന കാർബൺ ആരുമായിട്ടും ബന്ധമില്ല, ഒരാളെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പ്രൈമറി, 2 പേരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സെക്കൻഡറി, 3 പേരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ടെറിഷറി. ഇവിടുത്തെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ റാഡിക്കലിൻ്റെ അതേ ഓർഡർ തന്നെ. ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ CH3+. ഇതാണ് ഓർഡർ. ഇനി ഹെട്രോളിസിസ് വഴി രണ്ടാമത് കിട്ടുന്ന ആളാണ് കാർബോ ആനയോൺ. അതായത് കാർബണിന് നെഗറ്റീവ് ചാർജ്. ഇവിടെ എല്ലാം നെഗറ്റീവ് ചാർജ് കൊടുക്കുക. നെഗറ്റീവ്. അപ്പം പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, സെയിം ക്ലാസിഫിക്കേഷൻ. സോ സ്റ്റെബിലിറ്റി പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഓർഡർ അല്ല, തിരിച്ച് ഓർഡറാണ്. അതായത് CH3 മൈനസ് ആയിരിക്കും ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. ഇവിടെ CH3+ ഏറ്റവും സ്റ്റെബിലിറ്റി കുറവാണ്, അത് CH3 മൈനസിന് സ്റ്റെബിലിറ്റി, പിന്നെ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെറിഷറി. ഇവിടെ ടെറിഷറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ്. അപ്പോൾ ഈ ഓർഡേഴ്സും കൂടെ നമുക്കൊന്ന് വേണം, കാരണം ഈ ഓർഡേഴ്സ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന 2 മെത്തേഡ്, ഹോമോളിസിസും ഹെട്രോളിസിസും. കോവാലന്റ് ബ്രേക്ക് ചെയ്താൽ ഉടനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറും. ഈ ഇന്റർമീഡിയറ്റ് പിന്നെ എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇതാണ് റിയാക്ഷൻ. അപ്പം സബ്സ്ട്രേറ്റ് ഉണ്ട്, ആരുമായിട്ടും റിയാക്ട് ചെയ്യില്ല, പാവപ്പെട്ടവനാണ്. അറ്റാക്കിംഗ് റിയേജന്റ് വരുന്നു, ഇലക്ട്രോഫൈൽ ആകാം, ന്യൂക്ലിയോഫൈൽ ആകാം, അറ്റാക്ക് ചെയ്യുന്നത് ഏതിനെയാണ്? കോവാലന്റ് ബോണ്ടിനെയാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും വന്ന് കോവാലന്റ് ബോണ്ടിനെ ഫോക്കസ് ചെയ്യും. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും 2 രീതിയിൽ, ഹോമോളിസിസ് അല്ലെങ്കിൽ ഹെട്രോളിസിസ്. ബ്രേക്ക് ചെയ്താൽ ഉടനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇന്റർമീഡിയറ്റ്. ഓക്കെ, ഹോമോളിസിസ് ആണ് നടക്കുന്നതെങ്കിൽ ഫ്രീ റാഡിക്കൽ എന്നുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറും. ഹെട്രോളിസിസ് ആണ് നടക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ കാർബോകാറ്റയോൺ അല്ലെങ്കിൽ കാർബാനയോൺ. അത് പിന്നെ എന്തായിട്ട് മാറിക്കോളും? പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കോളും. ഇതാണ് റിയാക്ഷൻ. അപ്പം കാർബോകാറ്റയോൺ, കാർബാനയോൺ, ഫ്രീ റാഡിക്കൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റെബിലിറ്റിയുടെ ഓർഡറും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് കാർബോകാറ്റയോൺ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കലിൻ്റെയും കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി അറിയാം. ടെറിഷറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ടെറിഷറിയാണ് സ്റ്റെബിലിറ്റി. പക്ഷേ 2 ടെറിഷറി ഉണ്ടെങ്കിലോ? നമുക്ക് 2 ടെറിഷറി തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ CH3 ഇതൊരു ടെറിഷറിയാണ്.
ഇത് വേറൊരു ടെർഷറിയാണ്. ഇതെങ്ങനെ ടെർഷറി? പോസിറ്റീവ് ചാർജ് ഫോം ചെയ്തേക്കുന്ന കാർബണും 3 കാർബണുമായിട്ട് ബന്ധം. പോസിറ്റീവ് ചാർജ് ഫോം ചെയ്തേക്കുന്ന കാർബണും 3 കാർബണുമായിട്ട് ബന്ധം. സോ ഇതും ടെർഷറിയാണ്, ഇതും ടെർഷറിയാണ്. ഇതിൽ ആർക്കായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ? കാരണം നമ്മൾ പറഞ്ഞു ടെർഷറിക്കാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ 2 ടെർഷറി എന്ന ആർക്കായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ? ആ ടെർഷറിയിൽ ആർക്കാണോ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുതൽ അയാൾക്കായിരിക്കും. ടെർഷറിയിൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുതൽ ഇയാൾക്കല്ലേ? അപ്പോൾ ഇയാൾക്കായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. കാരണം ഇവിടെ 4 കാർബണും ഇവിടെ 5 കാർബണും ഉണ്ട്. അങ്ങനെ. അപ്പോൾ 2 സെക്കൻഡറി എന്നാൽ സെക്കൻഡറിയിൽ ആർക്കാണോ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുതൽ അയാൾക്കായിരിക്കും. മനസ്സിലായല്ലോ? ഇനി കാർബോനാണെങ്കിൽ റിവേഴ്സ് ഓർഡർ. അപ്പോൾ 2 ടെർഷറി എന്നാൽ ടെർഷറിയിൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കുറഞ്ഞ ആളായിരിക്കും സ്റ്റേബിൾ. കാരണം ഇവിടെ ടെർഷറി ഏറ്റവും അൺസ്റ്റേബിളാണ്. ഓക്കെ, ഇവിടെ ടെർഷറിയാണ് ഏറ്റവും സ്റ്റേബിൾ. അപ്പോൾ ടെർഷറിയിൽ കാർബൺ ആറ്റം കൂടിയ ടെർഷറി ആയിരിക്കും സ്റ്റേബിൾ. ഇവിടെ ടെർഷറി ഏറ്റവും അൺസ്റ്റേബിളാണ്. അപ്പം അൺസ്റ്റേബിൾ എന്നാൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കുറയുന്ന. കാരണം CH3 ഡോട്ട് ഒരാളേ ഉള്ളൂ. പ്രൈമറി ആകുമ്പോൾ CH3 മൈനസിൻ്റെ കൂടെ ഒരാൾ, സെക്കൻഡറി ആകുമ്പോൾ CH3 മൈനസിൻ്റെ കൂടെ 2 ആൾ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സ്റ്റെബിലിറ്റി കുറയുക. അതായത് മൈനസ് ചാർജ് ഫോം ചെയ്തേക്കുന്ന ആൾക്കാരുടെ കൂടെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കുറയും. പോസിറ്റീവ് ചാർജ് ഡോട്ടോ ആണെങ്കിൽ ആ കാർബണിൻ്റെ കൂടെ ബാക്കിയുള്ള കാർബണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റിയും കൂടും. അതാണ് പഠിച്ചു വെക്കേണ്ടത്. കാരണം എക്സാമിന് നമുക്കത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റിയാക്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട്സ് ആണ്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട്സ് ഇതാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട്സിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഇൻഡക്റ്റീവ് എഫക്റ്റ്, രണ്ടാമത്തത് മീസോമെറിക് എഫക്റ്റ്, ഇലക്ട്രോമെറിക് എഫക്റ്റ്, അടുത്തത് റെസൊണൻസ് എഫക്റ്റ്. റെസൊണൻസ് എഫക്റ്റിനെ മീസോമെറിക് എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. മീസോമെറിക് എഫക്റ്റ്. നാലാമത്തത് ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഈ ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നും മൈനസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഇലക്ട്രോമെറിക് എഫക്റ്റിനെ പ്ലസ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്നും മൈനസ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. റെസൊണൻസ് എഫക്റ്റിനെ പ്ലസ് ആർ എഫക്റ്റ് എന്നും മൈനസ് ആർ എഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്. ഈ എഫക്ട്സ് ജസ്റ്റ് നോക്കി വെച്ചേക്കാം നിങ്ങൾ. എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കാർബൺ ചെയിനിൻ്റെ കൂടെ ഒരു റിയേജൻ്റ് ആഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വരുന്ന സമയത്ത് ആ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ ചെയിനിൽ നിന്ന് ഇലക്ട്രോണിനെ എടുക്കും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ അങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുക്കും. അതുവഴിയാണ് പ്ലസ് ഐയും മൈനസ് ഐ എഫക്റ്റും ഉണ്ടാകുന്നത്. ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഇലക്ട്രോമെറിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുമ്പോൾ, ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടിലായിരിക്കും ഇലക്ട്രോമെറിക് എഫക്റ്റ് നടക്കുന്നത്. അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് ഒന്നില്ലെങ്കിൽ അറ്റാക്കിംഗ് റിയേജൻറ്റ് അറ്റാക്ക് ചെയ്യുന്ന കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്, അല്ലെങ്കിൽ അറ്റാക്കിംഗ് റിയേജൻറ്റ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിൻ്റെ ഓപ്പോസിറ്റ് കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് വരുന്ന അറ്റാക്കിംഗ് റിയേജൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ ആ ഡബിൾ ബോണ്ടിൻ്റെയോ ട്രിപ്പിൾ ബോണ്ടിൻ്റെയോ ഷിഫ്റ്റിംഗ് ആണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. അപ്പോൾ സപ്പോസ് C ഡബിൾ ബോണ്ട് C ഇലക്ട്രോഫൈൽ വരുന്നു. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫൈലിൻ്റെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഇയാൾ വന്ന് ഈ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് എടുത്ത് അയാളുടെ കയ്യിൽ ഇലക്ട്രോൺസ് ഇല്ല അറ്റാച്ച് ചെയ്യാൻ. ഈ കാർബണിൻ്റെ കയ്യിലും ഇല്ല, കാരണം ഓൾറെഡി ബോണ്ടെല്ലാം ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കാർബൺ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഈ കാർബൺ കൊടുത്തതും ഒരു ഇലക്ട്രോൺ ഈ കാർബൺ കൊടുത്തതും ഇയാളെ ഇതേ കണക്ക് തന്നെ ഇവിടുന്ന് എടുത്തിട്ട് ഇയാളുമായിട്ട് അങ്ങ് ബോണ്ട് ഫോം ചെയ്യും. അപ്പം ഈ കാർബണിൻ്റെ ഇലക്ട്രോൺ ഇയാൾക്ക് കിട്ടും. അതുവഴി ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് വരും. ഇങ്ങനെ കിട്ടും. C സിംഗിൾ ബോണ്ട് C ഇവിടെ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്തു, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. ഇവിടെ എന്താ സംഭവിച്ചത്? എവിടാണോ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തത് ആ കാർബണിലോട്ട് ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ ബോണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇയാളും ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഫൈലിലേക്ക് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അപ്പോൾ ഇയാൾ ഈ ബോണ്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇയാളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇയാളുടെ ഇലക്ട്രോൺ ഇയാൾക്ക് തന്നെ കിട്ടും, പക്ഷേ ഇയാളുടെ ഇലക്ട്രോൺ ഇയാൾക്ക് കിട്ടും. അപ്പോൾ ഇയാളുടെ പോസിറ്റീവ് ചാർജ് ഇല്ലാതാവും, പകരം പോസിറ്റീവ് ചാർജ് ഇയാൾക്ക് വരും. കാരണം ഇയാളുടെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇയാളുടെ പോസിറ്റീവ് ചാർജ് എന്ന ഇലക്ട്രോൺ ഇല്ലാന്നാൽ അയാൾക്ക് പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടാവുകയും ചെയ്യും. അപ്പോൾ എവിടെയാണോ ഇലക്ട്രോഫൈൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. അതേസമയം ന്യൂക്ലിയോ ഫൈലാണ് വരുന്നതെങ്കിൽ ന്യൂക്ലിയോ ഫൈലിൽ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയോ ഫൈൽ ഒന്ന് ഇയാളുമായിട്ട് അങ്ങ് ബോണ്ട് ഫോം ചെയ്യും, ഇലക്ട്രോൺസ് ഒന്നും വേണ്ട. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. കാരണം ഈ ന്യൂക്ലിയോ ഫൈലും കൂടെ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ കാർബൺ ഇവിടെ ഒരു ബോണ്ടും കൂടെ വരും. അപ്പോൾ 1, 2, 3, 4, 5 ബോണ്ടാവും, പറ്റത്തില്ല. അപ്പോൾ ഈ ബോണ്ട് പൊട്ടിച്ച് ഇങ്ങോട്ട് കൊടുക്കും.
അപ്പം ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും, ന്യൂക്ലിയോഫൈലൂടെ അറ്റാക്ക് ചെയ്യും. കാരണം ഈ ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ ഇയാളുടേത്. അപ്പോൾ ഇയാൾ ഈ ഇലക്ട്രോൺ കൂടി ഇയാൾക്ക് കൊടുക്കും, അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് കിട്ടും. അതാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ റിങ്ങിനകത്തോട്ട് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നതും റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺസിനെ എടുക്കുന്നതുമാണ്. അതിന് എക്സാമ്പിൾസ് പഠിച്ച് വെച്ചേക്കാം, +R -R. ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോ ബോണ്ട് റെസൊണൻസ് ആണ്. അതായത് പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ കാർബോകാറ്റയോണോ ഫ്രീ റാഡിക്കലിനോ സ്റ്റെബിലൈസ് ചെയ്യാനാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഈ ഇൻഡക്റ്റീവ് എഫക്റ്റും കാർബോകാറ്റയോണോ അല്ലെങ്കിൽ കാർബാനോ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ 3 പേരെ സ്റ്റെബിലൈസ് ചെയ്യാനാണ്. ഇലക്ട്രോമെറിക് എഫക്റ്റും അങ്ങനെ തന്നെയാണ്, റെസൊണൻസ് എഫക്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ മാത്രം കാർബോകാറ്റയോണെയും ഫ്രീ റാഡിക്കലിനെയും മാത്രം. ബാക്കി എല്ലാവരും കാർബോകാറ്റയോൺ, കാർബാനോൺ, ഫ്രീ റാഡിക്കൽ 3 പേരെ പറ്റും. അതിലേതൊക്കെയാണ് നമുക്ക് പിന്നെ നോക്കാം. അപ്പം ഇവർ 3 പേർക്കും കാർബോകാറ്റയോണെയും കാർബാനിയോണെയും ഫ്രീ റാഡിക്കലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈപ്പർ കോഞ്ചുഗേഷന് കാർബോകാറ്റയോണെയും ഫ്രീ റാഡിക്കലിനെ മാത്രമേ പറ്റൂ. ഓക്കെ, സോ അതും കൂടെ നോക്കിച്ചു. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിലുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ചോദിക്കുന്നത്, സെക്കൻഡ് സെക്ഷനിൽ നമ്മുടെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 2ൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇത്രയും പോർഷനിൽ നിന്ന് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.